നമസ്കാരം. പിതാപുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ആത്മീയ വിശ്വാസികൾക്ക് ഈ 8ാം ദിവസമായ നമ്മുടെ ഇന്നത്തെ ഉപവാസത്തിൻ്റെ 8ാം ദിവസത്തിൽ എല്ലാവർക്കും ഞാൻ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ഈ മെസ്സേജ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് നമ്മുടെ 8ാം ദിവസത്തിലെ മെസ്സേജ് നമുക്ക് എല്ലാവർക്കും പ്രയോജനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് ഇന്നത്തെ നമ്മുടെ കിട്ടിയിരിക്കുന്ന വചനം അനുസരിച്ച് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 6ാം അധ്യായം 27 തൊട്ട് 36 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 6ാം അധ്യായം 27 തൊട്ട് 36 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇതിനെ നമ്മൾ പറയുന്നത് സെർമൺ ഓൺ ദ പ്ലെയിൻ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് മൈതാനത്ത് നടക്കുന്ന ഉപദേശങ്ങൾ എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. മൈതാനത്ത് പാഠങ്ങളിൽ നടക്കുന്ന ഉപദേശം എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ഉപദേശത്തിൻ്റെ അടിസ്ഥാനം ഇതിന് മുൻപുള്ള വചനങ്ങൾ നമ്മൾ 20 തൊട്ട് 26 വായിക്കുമ്പോൾ അവിടെ നമ്മൾ യഹോവയ്ക്ക് നന്ദി പറയുന്ന വചനങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ വേദനകൾ പറയുന്ന വചനങ്ങളുമൊക്കെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവനെ യേശുക്രിസ്തു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഇതാണ്: നിൻ്റെ ജീവനെ പൂർണ്ണമായിട്ട് പരിവർത്തനം ചെയ്ത് പുതിയൊരു ശൈലിയിലേക്ക് നീ ജീവിക്കാനായിട്ട് പഠിക്കണമെന്നതാണ്. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്താ വെച്ചാൽ സ്നേഹത്തിൻ്റെ പഠനമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് ഈ വചനത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പ്രകാരമാണ്. അതായത് ശത്രുക്കളോട് സ്നേഹം കാണിക്കുക എന്നാണ് അതിൻ്റെ അകത്ത് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ശത്രുക്കളോട് സ്നേഹം കാണിക്കുക എന്ന് പറയുമ്പോൾ ഇത് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് നിരന്തരം പ്രാക്ടീസ് കൂടാതെ നമുക്ക് ഈ നോയമ്പ് സമയത്ത് നമുക്ക് ചെയ്യണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് നമ്മൾ തുടങ്ങണമെന്ന് നമ്മൾ ആഹ്വാനം ചെയ്യുന്നു. ഈ മുഖ്യവചനത്തിൻ്റെ 6ാം അധ്യായത്തിൻ്റെ 27 തൊട്ട് 26 വരെ ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതിൽ 27, 28 വചനത്തിൽ നമ്മൾ ശത്രുക്കളോട് നമ്മൾ സ്നേഹം ചെയ്യുക എന്നാണ്. നമ്മളോട് ആർക്ക് പിണക്കമുണ്ടോ അവരോട് നമ്മൾ സ്നേഹിക്കുക. അതുപോലെ നമ്മളെ ആര് പിണങ്ങിയിരിക്കുന്നു അവർക്ക് ഉപകാരം ചെയ്യുക. ഈ വചനമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് പ്രകാരം യേശു ക്രിസ്തു ഒരു ഭാവനാത്മകമായിട്ടുള്ള സ്നേഹമല്ല പറയുന്നത്. നേരെ മറിച്ച് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന അതായത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ ശത്രുക്കളായിട്ടുള്ളവർക്ക് അവർക്ക് ബ്ലെസ്സിങ്സ് കൊടുക്കുക, പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി അവർക്ക് ഉപകാരങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് മത്തായിയുടെ സുവിശേഷം 5ാം അധ്യായം 44 വാക്യത്തിൽ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഈ പ്രകാരമാണ്. എന്താണ് പറയുന്നത്? 5ാം അധ്യായത്തിൽ 44 പറയുന്നത്: ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങളെ വേദനപ്പെടുത്തുന്ന ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ശത്രുക്കളെ സ്നേഹിക്കുക, വേദനപ്പെടുത്തുന്ന ആൾക്കാരെ പ്രാർത്ഥിക്കുക. ഇത് ഒത്തിരി കഠിനമായ ഒരു വാക്കാണ്. നമ്മൾ സാധാരണ ആൾക്കാർക്ക് ഇത് അനുകരിക്കാനായിട്ട് വലിയ പ്രയാസമുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ യഹോവയെ നമ്മൾ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമുക്കിത് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഇന്നു തൊട്ട് ഇതിനു വേണ്ടി ഒരുക്കപ്പെടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ റോമർക്കെഴുതിയ പുസ്തകത്തിൽ 12ാം അധ്യായം 20ാം വാക്യത്തിൽ ഈ പ്രകാരമാണ് പറയുന്നത്. എന്താണ് പറയുന്നത് അവിടെ നമുക്ക് കാണാം. നിൻ്റെ ശത്രുക്കൾ പട്ടിണി കിടക്കുകയാണെങ്കിൽ അവർക്ക് ആഹാരം കൊടുക്കുകയും അവരെ ദാഹിച്ച് നിൽക്കുകയാണെങ്കിൽ വെള്ളം കൊടുക്കണം. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന അവരുടെ തലയിൽ ഉണ്ടല്ലോ തീയുടെ കട്ട അവരെ തലയിൽ വെച്ച് കൊടുക്കുന്ന പോലാണ്. എന്താ വെച്ചാൽ ഒരാൾക്ക് നമ്മളോട് ശത്രുത കാണിക്കുന്ന ആൾക്കാർക്ക് ഉപകാരം ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് വിശപ്പിനും ദാഹത്തിനും ആഹാരവും വെള്ളവും കൊടുത്തു കഴിയുമ്പോൾ നിശ്ചയമായിട്ടും അവർക്കത് ഒരു വലിയൊരു ഭാരമേറിയ ഒരു കാര്യമായിട്ട് അവർക്ക് അത് അനുഭവപ്പെടും. അതാണ് ഇവിടെ പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ആ പ്രതിഷേധം വിട്ടിട്ട് അതിനു വേണ്ടി നമ്മൾ ഒരുക്കപ്പെടണം എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, നമ്മൾ 29 തൊട്ട് 30 വരെയുള്ള വചനത്തിൽ അതിൻ്റെ അകത്ത് നമ്മളെ പറയപ്പെടുന്നത് നമ്മളെ ഒരു കന്നം തടിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കന്നം നമ്മൾ കാണിച്ചു കൊടുക്കണം എന്നുള്ള ഇതാണ് നമ്മൾ അവിടെ പറയപ്പെടുന്നത്. നമ്മുടെ കന്നത്ത് ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കന്നം കാണിച്ചു കൊടുത്തിട്ട്
അത് അവരോട് ക്രൂരത കാണിക്കാതെ അവരോട് സ്നേഹം കാണിക്കണം എന്നുള്ള ഒരു വചനമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ അന്യായം വളർത്തുക എന്നുള്ളതല്ല അതിൻ്റെ നമ്മൾ മറ്റുള്ളവരോട് വൈരാഗ്യം വയ്ക്കുന്ന അത് നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്. മഷീ ജീവിതത്തിൽ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ മറ്റുള്ളവരോട് പകരം വീട്ടുക എന്നുള്ളതല്ല, നേരെ മറിച്ച് നമ്മുടെ അനുഗ്രഹങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നീതിവചനത്തിൽ, അതായത് പ്രോവർബ് വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 20-ാം വചനത്തിൽ 20 നീതിവചനത്തിലെ 20-22 നമുക്ക് ഈ പ്രകാരമാണ് കാണുന്നത്. എന്താണ് അവിടെ കാണുന്നത് നമ്മൾ അതൊന്നും നമുക്ക് പരിശോധിക്കാം. 22 നമുക്ക് കാണുന്ന ഇത് ഈ പ്രകാരമാണ്. നീ പറയുകയല്ലേ, ഈ നമ്മളിങ്ങനെ പറയാൻ പാടില്ല, മറ്റുള്ളവരോട് ഞാൻ പകരം വീട്ടും. അതുപോലെ നമ്മൾ യഹോവയെ നമ്മൾ അനുകരിക്കുക, അപ്പോൾ നമ്മളെ ഉണ്ടല്ലോ യഹോവ നമ്മളെ വിടിപ്പിക്കും. നമ്മൾ മറ്റുള്ളവരെ പകരം വീട്ടുന്ന വാക്കുകൾ നമ്മൾ പറഞ്ഞ് നമ്മളെ തന്നെ നശിപ്പിക്കുന്നവരെ ഇതുവരെയല്ല, അത് തെറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ വചനം 31 നമ്മൾ ഇത് കാണുമ്പോൾ നമുക്ക് പറയാം, എങ്ങനെ നീ ആഗ്രഹിക്കുന്നു അതുപോലെ നീ മറ്റുള്ളവർ നിന്ന് അത് നീ പ്രതീക്ഷിക്കുന്നു. അതിന് നീ മറ്റുള്ളവരോട് അതുപോലെ പെരുമാറുമ്പോൾ മാത്രമേ അവർ നമ്മളോട് ആ രീതിയിൽ പെരുമാറത്തുള്ളൂ. ഇവിടെ നമുക്കൊരു ക്യാരക്ടർ അസസിനേഷനെ പറ്റിയാണ് ഇവിടെ കാണപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ നമ്മൾ ഈ പ്രകാരം കാണുന്നത്. ഇപ്പോൾ എന്താണ് അവിടെ കാണുന്നത്? 12-ാം വാക്യത്തിൽ നമുക്ക് നോക്കാം. നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ എല്ലാ രീതിയിലും സഹകരിക്കണമെന്ന്. അതുകൊണ്ട് നമ്മൾ അവരോട് അതേ രീതിയിൽ നമ്മളിത് സഹകരിക്കണം. അതിനാണ് നമ്മുടെ വ്യവസ്ഥ അനുസരിച്ചും നമ്മുടെ ഈ പ്രവചനം ചെയ്യുന്ന ആൾക്കാരും നമ്മളെ ഇതെല്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ മാതൃകപരമായിട്ട് ജീവിക്കണം. ഇതാണ് ഇതിൻ്റെ അകത്ത് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുണ്ടല്ലോ ഈ പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കത്തില്ല. നമ്മളുണ്ടല്ലോ ആ സ്നേഹത്തിൻ്റെ പ്രതിഫലത്തിൻ്റെ ആഗ്രഹം വെക്കുന്നത് തന്നെ തെറ്റാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങളിൽ ഈ പ്രകാരം നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. 13-ാം വാക്യത്തിൽ 1 തൊട്ട് 4 വരെയുള്ളതിൽ അവർ പറയുന്നത്, സ്നേഹം ക്ഷമയുള്ളതാകുന്നു, അതോടെ ദയുള്ളതാകുന്നു. സ്നേഹം ഒരിക്കലും ആരോടും വൈരാഗ്യം വയ്ക്കാറില്ല. സ്നേഹം നമ്മളെ വെറുതെ പൊക്കച്ചം പറഞ്ഞ് വെറുതെ നമ്മളെ പൊക്കത്തില്ല. അതുപോലെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ദേഷ്യപ്പെടുക, അവരുടെ ക്രോധപ്പെടുക ചെയ്യുന്ന ഒരു അവസ്ഥയല്ല സ്നേഹം. മറ്റുള്ളവർക്ക് മേളിൽ നടക്കുന്ന ക്രൂരത അതിൽ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ സ്നേഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് മറ്റുള്ളവരോട് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് അവിടെ അത് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ദയാലുവായിട്ട് നമ്മൾ ജീവിക്കണം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ പിതാവ് ദയാലുവാണ്. അതാണ് വചനം 36 പറയപ്പെടുന്നത്. എങ്ങനെ എൻ്റെ പിതാവ് മറ്റുള്ളവരോട് കൈൻഡ്നെസ് കാണിക്കുന്നു, ആ കൈൻഡ്നെസ് തന്നെ എനിക്കും മറ്റുള്ളവരോട് കാണിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കിതിൻ്റെ അകത്ത് ഈ വചനങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ ആദർശങ്ങൾ യഹോവയിൽ സ്വയം നിക്ഷിപ്തമാണ്. അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് യഹോവയുടെ സ്വഭാവത്തിനെ നമ്മുടെ ക്യാരക്ടർ കൊണ്ട് നമ്മൾ പ്രകടമാക്കണം. ഇതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. എഫീസ്യോസിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 32-ാം വാക്യത്തിലും ഇതേ പ്രകാരമാണ് പറയപ്പെടുന്നത്. എന്താണ് അവിടെ പറയുന്നത്? നമ്മൾ അത് ഒന്ന് പരിശോധിക്കുക. നമുക്ക് 4:32 പറയുന്നത്, പരസ്പരം നമ്മൾ കൃപാലുവും കരുണാമയനുമായി തീരണം. യഹോവ നമ്മൾ യേശുക്രിസ്തുവിലായി തീരുമ്പോൾ നമ്മുടെ എല്ലാ അപരാധങ്ങളും ക്ഷമിക്കുന്നു.
അതുപോലെ നമ്മളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അപരാധങ്ങൾ നമ്മളെ ക്ഷമ തരുന്നു. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ആ രീതിയിലായി തീരണം എന്നാണ് അവിടെ പറയപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് നമ്മുടെ സ്നേഹത്തിൻ്റെ ജീവിതത്വം കൊണ്ട് നമ്മുടെ ജീവിതത്തിനെ നമുക്ക് വളരെ അലൗകികമായിട്ട്, അതായത് മിറക്കിളായിട്ട്, നമുക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ജീവിതമായി തീരണം. നമുക്ക് നമ്മൾ സ്നേഹം കൊണ്ട് നമ്മൾ ശത്രുക്കളെ നമ്മുടെ കയ്യിലെടുക്കണം. ക്ഷമ കൊണ്ട് ആരെയും നമ്മൾ പകരം വീട്ടാനായിട്ടൊന്നും എടുക്കല്ല. ദാനം നമ്മൾ ചെയ്യുമ്പോൾ പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യല്ല. ദയ നമ്മൾ യഹോവയുടെ സ്വഭാവത്തിൽ എപ്പോഴും ദയുള്ള ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം നമ്മൾ അനുകരിക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്ത് പറയപ്പെടുന്നത്. അതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു സ്വാഭാവികമായിട്ട് സാധാരണ ജീവിതമല്ല, അത് വളരെ കഠിനമായിട്ടുള്ള പ്രയാസപ്പെടുന്ന ഒരു ജീവിതമാണ്. എന്താ വെച്ചാൽ നമ്മൾ മേളി പറഞ്ഞ മാതിരി മറ്റുള്ളവരെ ശത്രുക്കളെ സ്നേഹിക്കണം, അവർക്ക് ഉപകാരം ചെയ്യണമെന്ന് പറയുമ്പോൾ അത് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല. അത് പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ അത് നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ഇപ്പം നമ്മുടെ വലിയൊരു ഉപവാസത്തിൻ്റെ നൊയമ്പിൻ്റെ 8ാമത്തെ ദിവസമാകുന്നല്ലോ. ഈ 8ാമത്തെ ദിവസത്തിൽ നമുക്ക് നമ്മുടെ കലീശകളിൽ നമ്മൾ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് അതിനെപ്പറ്റി ആത്മചിന്തനം ചെയ്യുകയും പശ്ചാത്തപിക്കുകയും നമ്മുടെ ആത്മീയ നവീകരണങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ 8 എന്ന് പറയുന്ന അംഗം എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കത്തിൻ്റെ അംഗമാണ് ഈ നമ്മുടെ ബൈബിളിൽ പറയുന്നത്. അതായത് നമ്മൾ ഉൽപ്പത്തി 17:12 പറയുമ്പോൾ അബ്രഹാമിനോട് പറയുന്ന നിൻ്റെ വംശങ്ങൾ എപ്പോഴും നിൻ്റെ വംശങ്ങൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നീ ഈ പറയുന്ന സാക്രമെൻറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ സാക്രമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദി പറഞ്ഞാൽ കത്തന എന്ന് പറയും. ഇത് സാക്രമെൻറ്റ് ചെയ്യുക, അഗ്രചർമ്മങ്ങൾ മുറിക്കുക എന്ന് പറയുന്ന ആ യഹോവയോടുള്ള ആ അടുപ്പത്തെയും യഹോവയോടുള്ള വാഗ്ദാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ കോവിനൻറ്റിൻ്റെ അടിസ്ഥാനമാണത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് ആ 8ാം ദിവസം കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ അവർ ഈ സാക്രമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു പുതിയ തുടക്കമാണ്. അതുപോലെ യേശുക്രിസ്തു പുനരുത്ഥാനത്തിൽ കൂടി ഓരോ വീക്കിലെ ആദ്യത്തെ ദിവസത്തിലാണ് പുനരുത്ഥാനം ചെയ്തിരിക്കുന്നത്. അതും 8ാമത്തെ ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ കാണുമ്പോൾ 8 എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു അംഗമാണ്, ഫിഗറാണ്. അപ്പം 2 കൊരിന്ത്യർ 5-ാം അധ്യായം നമ്മൾ ഇതിൽ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ പ്രകാരമാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ നമുക്ക് 17-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ പ്രകാരമാണ്. എന്താ അവിടെ പറയുന്നത്? നമ്മൾ പറയുന്നത് ഒരുത്തൻ യേശുക്രിസ്തുവിലായി കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പോൾ പഴയ കാര്യങ്ങൾ അവൻ കളഞ്ഞ് അവൻ പുതിയ ജീവനിലേക്ക് അവനെ പ്രവേശിക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും യേശുക്രിസ്തുവിലേക്ക് ആയിത്തീർന്നു കഴിയുമ്പോൾ പുതിയൊരു ജീവനിലേക്കായിത്തീരുന്നു. ആ പുതിയൊരു സൃഷ്ടിയായി മാറുന്നു. നമ്മൾ അങ്ങനെ ഒരു 8ാമത്തെ ദിവസം, നമ്മൾ ഉപവാസത്തിൻ്റെ 8ാമത്തെ ദിവസം നമ്മൾ പുതിയ സൃഷ്ടിയായി മാറേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പാപത്തിനെ എല്ലാം കഴിയിട്ട് നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായി മാറേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഈ വചനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അത് പ്രയോജനപ്പെടുന്നു നമ്മൾ കാണേണ്ടത് ആവശ്യമാണ്. നമ്മൾ പഴയ ദേഷ്യങ്ങളും വൈരാഗ്യങ്ങളും നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ശത്രുക്കളെ ക്ഷമിച്ചിട്ട് നമ്മളത് പ്രാക്ടീസായിട്ട് കൊണ്ടുവന്നിട്ട് കുറേശ്ശെ നമ്മളെ മുൻപോട്ട് ചിന്തിച്ച് പോകണം. യഹോവയെ നമ്മുടെ ദയ കാണിച്ച് നമ്മുടെ ഉള്ളിൽ ഇറങ്ങുന്ന അവസ്ഥയിൽ നമ്മുടെ ആത്മാവിൻ്റെ ഒരു പുനരുത്ഥാനമാണ് നമുക്കവിടെ നടക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു വ്യക്തിക്ക് പ്രാർത്ഥനയിൽ കൂടെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള മാനസിക വൈരാഗ്യങ്ങൾ നമ്മൾ മാറ്റിക്കളയും. അതുപോലെ പ്രതിഫലം നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ. നമ്മൾ പ്രതിഫലം അപേക്ഷിക്കാതെ, നമ്മൾ ആഗ്രഹിക്കാതെ മറ്റുള്ളവർക്ക് നമ്മൾ ഉപകാരം ചെയ്യാനായിട്ട് ഡെയിലി നമ്മൾ പ്രയത്നിക്കണം. ചെയ്യാനായിട്ട് ഡെയിലി നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരോട് ദയ കാണിക്കാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഈ നോയമ്പ് സമയത്ത് നമുക്കതൊരു ഹാബിച്വേറ്റഡ് ആവും. നമ്മുടെ യഹോവയെ നമുക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 27 തൊട്ട് 36 വരെ നമ്മളെ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ജീവൻ, സ്നേഹവും ക്ഷമയും അതുപോലെ തന്നെ ദയമാണ് അവർ കാണിക്കുന്നത്. അതനുസരിച്ച് അവരുടെ ജീവിതത്തിനെ അവർ ക്രമീകരിക്കുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിനെ ക്രമീകരിക്കാൻ നമ്മൾ പഠിക്കണം.
എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന നമ്മുടെ നമ്മുടെ എട്ടാമത്തെ ദിവസത്തെ ഈ നോയമ്പ് നമുക്ക് എല്ലാവർക്കും, നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും ഒരു പുതിയ തുടക്കത്തോടു കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. എങ്ങനെ നമ്മുടെ പുതിയ തുടക്കത്തോടു കൂടി ഒരു സാക്രമെൻറ്റ് എട്ടാമത്തെ ദിവസം കുഞ്ഞുങ്ങളെ സാക്രമെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഖത്ന ചെയ്തുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുന്നു, അതേ രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അശുദ്ധികളെ നമ്മൾ കഴുകി നമ്മുടെ അതിനെ സാക്രമെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയൊരു തുടക്കത്തിലേക്ക് എട്ടാമത്തെ ദിവസം നമ്മൾ പ്രവേശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ എല്ലാ ഐശ്വര്യത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് ടു ഓൾ.